ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ടോപ്പോളജിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. KTU MCA സെമസ്റ്റർ 2. ടോപ്പോളജീസ് നമുക്ക് essay ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. ലൈക്ക് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോപ്പോളജീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് essayയിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ടോപ്പോളജി മീനിങ് കമ്പ്യൂട്ടർ സിസ്റ്റം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ദ വേ വിച്ച് ദ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ എ നെറ്റ്വർക്ക് ഇസ് കോൾഡ് ടോപ്പോളജി. അറേഞ്ച്മെൻറ്റ് വിത്ത് വിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഓർ നെറ്റ്വർക്ക് ഡിവൈസസ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ. ഇതിൽ ടോപ്പോളജീസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ബസ് ടോപ്പോളജി, സ്റ്റാർ, റിംഗ്, മെഷ് ആൻഡ് ഹൈബ്രിഡ്. മൊത്തം 7 ഉണ്ട്. പോയിൻറ്റ് ടു പോയിൻറ്റ്, ബസ്, സ്റ്റാർ, റിംഗ്, മെഷ്, ഹൈബ്രിഡ് ആൻഡ് ട്രീ, ഇങ്ങനെ 7 ടൈപ്സ് ഉണ്ട്. ഇതിൽ 5 മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ഇതിൽ പോയിൻറ്റ് ടു പോയിൻറ്റ് ടോപ്പോളജി, ഇതിൽ എക്സാക്ട്ലി 2 ഡിവൈസസേ കാണത്തുള്ളൂ. 2 ഡിവൈസ് കണക്റ്റ് ആയിരിക്കും. അതാണ് പോയിൻറ്റ് ടു പോയിൻറ്റ് ടോപ്പോളജി. അതിൻ്റെ ഡയഗ്രാം ഇതാണ്. ഇവിടെ ഒരു ഡിവൈസ് ഉണ്ട്, ഇതൊരു ഡിവൈസാണ്. ഈ 2 ഡിവൈസ് കണക്റ്റ് ആയിട്ടുണ്ട് ഫോർ കമ്മ്യൂണിക്കേഷൻ പർപ്പസ്. ഇതാണ് പോയിൻറ്റ് ടു പോയിൻറ്റ് ടോപ്പോളജി. ഇനിയുള്ളതാണ് ബസ് ടോപ്പോളജി. ഈ ബസ് ടോപ്പോളജിയിൽ എല്ലാ സിസ്റ്റമും ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ കേബിളിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ, ഈ ഒരു ഡയഗ്രാം എടുക്കാം. ഇതിൽ ഈ ഒരു ലൈനില്ലേ, അതാണ് ഒരു സിംഗിൾ കേബിൾ. ഈ ഒരു കേബിളിലാണ് ബാക്കി എല്ലാ ഡിവൈസസും കണക്റ്റ് ആയിട്ടുള്ളത്. ഇതൊരു ഡിവൈസ്, ഇതൊരു ഡിവൈസ്, ഇത് ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളത് എല്ലാം ഡിവൈസസ് ആണ്. അതെല്ലാം ഈ ഒരു സിംഗിൾ കേബിളിലാണ് കണക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ആ കേബിളിലെ 2 സൈഡും ടെർമിനേറ്റേഴ്സ് ഉണ്ട്. ഇതാണ് ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജിയിൽ ഒരു സിംഗിൾ കേബിളിൽ എല്ലാ ഡിവൈസസും കണക്റ്റ് ആയി കാണും. ആൻഡ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഡിവൈസസ്, നമ്മൾ ഇതിൽ എത്ര ഡിവൈസസ് വേണമെങ്കിലും കണക്ട് ചെയ്യാം. എത്ര ഡിവൈസ് കണക്ട് ചെയ്താലും നമുക്ക് ആവശ്യമുള്ള നമ്പർ ഓഫ് കേബിൾസ് 1 ആയിരിക്കും. If n devices are connected to each other in bus topology, then the number of cables required to connect them is 1. പിന്നെ കോസ്റ്റ് ഓഫ് കേബിളും ലെസ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇതിൽ എത്ര ഡിവൈസ് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ആൻഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കേബിൾ മാത്രമാണ് ആവശ്യമുള്ളത്. ആൻഡ് അതിൻ്റെ കോസ്റ്റും ലെസ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ ഒരു സിംഗിൾ കേബിളിലാണ് ബാക്കി എല്ലാ ഡിവൈസസും റിലേ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേബിളിൽ എന്തെങ്കിലും ഫോൾട്ട് ഓർ ഫെയിലിയർ വന്നാൽ ഈ മൊത്തം കംപ്ലീറ്റ് നെറ്റ്വർക്കും ഫെയിലാവും, ക്രാഷ് ഡൗൺ ആവും. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ആൻഡ് ട്രാഫിക് ഹെവി ആണെങ്കിൽ കൊളീഷൻ ഇൻക്രീസ് ആവും. അതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് സ്റ്റാർ ടോപ്പോളജി. ഈ സ്റ്റാർ ടോപ്പോളജിയിൽ എല്ലാ ഡിവൈസസും ഒരു സെൻട്രൽ ഡിവൈസിൽ കണക്റ്റായി കാണും. ആ സെൻട്രൽ ഡിവൈസിൻ്റെ പേരാണ് ഹബ്ബ്. All hosts in a star topology are connected to a central device known as a hub device using a point-to-point connection. point-to-point കണക്ഷൻ വെച്ചിട്ട് ഓരോ ഡിവൈസും ഈ ഹബ്ബിൽ കണക്റ്റായി കാണും. അതാണ് സ്റ്റാർ ടോപ്പോളജി. ഇപ്പോൾ ഇതിലിപ്പോൾ 1 2 3 4 5 6 ഡിവൈസസ് ഉണ്ട്. ഈ 6 ഡിവൈസസ് ഒരു സെൻട്രലൈസ്ഡ് ഡിവൈസ് ഹബ്ബിലാണ് കണക്റ്റ് ആയിട്ടുള്ളത് യൂസിങ് പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്ഷൻ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡിവൈസസ് ആണ് നമുക്ക് ഉള്ളതെങ്കിൽ ആ സ്റ്റാർ ടോപ്പോളജിയിൽ നമുക്ക് നമ്പർ ഓഫ് കേബിൾസ് വേണം. ഓരോ ഡിവൈസിനും ഓരോ കേബിൾസ് വേണം. സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഹബ്ബിൽ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഡിവൈസിന് ഹബ്ബിന് ഒരു കണക്ഷൻ ഉണ്ട്. അത് ഈ ഒരു കണക്ഷനെ അഫക്റ്റ് ചെയ്യത്തില്ല, ബിക്കോസ് ഇതെല്ലാം വേറെ വേറെ കേബിളാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 5 ഡിവൈസ് ഉണ്ടെങ്കിൽ 5 കേബിൾ വേണം അതിനെ ഹബ്ബുമായിട്ട് കണക്ട് ചെയ്യാൻ. അതാണ് if n devices are connected to each other in star topology, then the number of cables required is n, so easy to set up. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഈസി ടു സെറ്റ് അപ്പ്. ദെൻ സെക്കൻഡ് ഉള്ളത്, എത്ര ഡിവൈസ് വേണമെങ്കിലും ആവാം. ഓരോ ഡിവൈസിന് നമുക്ക് ഓരോ പോർട്ട് വേണം. ഈ ഡിവൈസ് റിക്വയർസ് ഓൺലി 1 പോർട്ട്. അതുകൊണ്ട് ബാക്കി ഡിവൈസസിനെ ഇത് അഫക്റ്റ് ചെയ്യത്തില്ല. ദെൻ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, എല്ലാ ഡിവൈസസും കണക്റ്റ് ആയിട്ടുള്ളത് ഈ സെൻട്രൽ ഹബ്ബിലാണ്. അപ്പോൾ ഈ ഹബ്ബിൽ എന്തെങ്കിലും പറ്റിയാൽ, ഈ ഹബ്ബ് ഫെയിലിയർ ആയാൽ നമുക്ക് എൻറ്റയർ നെറ്റ്വർക്ക് ക്രാഷ് ആവും. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ ഹൈ ആണ്, ബിക്കോസ് ഓരോ ഡിവൈസിനും ഓരോ കണക്ഷൻ ആൻഡ് ഓരോ പോർട്ടാണുള്ളത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ ഹൈ ആയിരിക്കും. ആൻഡ് പെർഫോമൻസ് ഈ സിംഗിൾ ഹബ്ബ് ബേസ് ചെയ്തിട്ടായിരിക്കും എൻറ്റയർ നെറ്റ്വർക്കിൻ്റെ പെർഫോമൻസ്. സോ ഇതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതാണ് സ്റ്റാർ ടോപ്പോളജി. നെക്സ്റ്റ് വണ്ണാണ് റിംഗ് ടോപ്പോളജി. റിംഗ് ടോപ്പോളജിയിൽ എല്ലാ ഡിവൈസസും ഒരു റിംഗ് പോലെയാണ് കണക്റ്റ് ആയിട്ടുള്ളത്. ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ അത്
ബാക്കി 2 ഡിവൈസുമായിട്ട് കണക്റ്റായി കാണും. ഫോർ എക്സാമ്പിൾ ഇതൊരു റിംഗ് ടോപ്പോളജിയാണ്. ഇപ്പോൾ ഈ ഒരു ഡിവൈസ് എടുക്കുകയാണെങ്കിൽ ഈ ഡിവൈസ് ഈ 2 ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ട്, ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ട്. അതേപോലെ ഇതെടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ട്, ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ റിംഗ് ടോപ്പോളജിയിൽ ഓരോ ഡിവൈസസും എക്സാക്ട്ലി 2 അതർ ഡിവൈസസുമായിട്ട് കണക്റ്റായി കിട്ടും. ആൻഡ് ഇതിൽ നമുക്ക് റിംഗ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് കിട്ടുന്നത്. Each device connects to exactly 2 other machines, creating a circular network structure. When one host tries to communicate or send message to a host which is not adjacent to it, the data travels through all the intermediate hosts. ഇപ്പോൾ എനിക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് ഇതിൽ മെസ്സേജ് അയക്കണമെങ്കിൽ ഈസി ആയിട്ട് അയക്കാം, ബിക്കോസ് അഡ്ജസൻ്റ് ആയിട്ടുള്ളതാണ്. അതേപോലെ ഇവിടെ നിന്ന് ഈ ഒരു ഡിവൈസിലോട്ട് മെസ്സേജ് അയക്കുന്നതും ഈസിയാണ്. ബട്ട് ഇപ്പോൾ ഈ ഡിവൈസിൽ നിന്ന് ഈ ഡിവൈസിലോട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ ഇത് രണ്ടും അഡ്ജസൻ്റ് അല്ല. സോ ഇത് ഇൻ്റർമീഡിയറ്റ് നോട്ട്സുമായിട്ട് ട്രാവൽ ചെയ്ത് പോകണം. ആ ഒരു മെസ്സേജ് ഫ്രം ദിസ് ഡിവൈസ് ഇൻ്റർമീഡിയറ്റിലുള്ള നോട്ട്സുമായിട്ട് ട്രാവൽ ചെയ്താണ് ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നത്. ഇതാണ് റിംഗ് ടോപ്പോളജി. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കൊളീഷൻ മിനിമം ആയിരിക്കും. ബാക്കി ടോപ്പോളജി കമ്പയർ ചെയ്യുമ്പോൾ കൊളീഷൻ മിനിമം ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ചീപ്പായിരിക്കും, എക്സ്പാൻഷനും ചീപ്പായിരിക്കും. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വയ്ക്കുമ്പോൾ ട്രബിൾ ഷൂട്ടിംഗ് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. പിന്നെ ഒരു സ്റ്റേഷൻ ഇപ്പോൾ ഇതിലിപ്പോൾ 4 ഡിവൈസസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ വേറൊരു ഡിവൈസും കൂടി കണക്ട് ചെയ്യണമെങ്കിൽ അത് ഈ എൻറ്റയർ നെറ്റ്വർക്കിനെ എഫക്റ്റ് ചെയ്യും. ബിക്കോസ് വേറൊരു പുതിയ ഡിവൈസ് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ കണക്ഷൻ ബ്രേക്ക് ചെയ്യണം, ഇതിൽ നിന്ന് പുതിയ ഡിവൈസിലോട്ട് കണക്ഷൻ കൊടുക്കണം, ആൻഡ് പുതിയ ഡിവൈസിൽ നിന്ന് ഇതിലോട്ടൊരു കണക്ഷൻ കൊടുക്കണം. അപ്പോൾ പുതിയ ഒരു ഡിവൈസ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഹോൾ സിസ്റ്റത്തിനെ തന്നെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അഡീഷൻ ഓഫ് സ്റ്റേഷൻസ് ഇൻ ബിറ്റ്വീൻ ഓർ റിമൂവൽ ഓഫ് സ്റ്റേഷൻസ് ക്യാൻ ഡിസ്റ്റർബ് ദി ഹോൾ നെറ്റ്വർക്ക്. അഡീഷൻ മാത്രമല്ല റിമൂവലും കൂടി ഈ നെറ്റ്വർക്കിനെ ഡിസ്റ്റർബ് ചെയ്യും. ഇനി അടുത്തുള്ളതാണ് മെഷ് ടോപ്പോളജി. ഈ മെഷ് ടോപ്പോളജിയിൽ എല്ലാ ഡിവൈസസും ബാക്കിയുള്ള എല്ലാ ഡിവൈസസുമായിട്ട് കണക്റ്റായി കാണും യൂസിങ് എ പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്ഷൻ. ഇപ്പോൾ ഇത് ഒരു എക്സാമ്പിളാണ്. ഇതിൽ 1 2 3 4 5 ഡിവൈസസ് ആണ് ഉള്ളത്. ഈ 5 ഡിവൈസസും ബാക്കിയുള്ള ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡിവൈസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഡിവൈസ് ബാക്കിയുള്ള 4 സിസ്റ്റമായിട്ടാണ് കണക്റ്റ് ആയിട്ടുള്ളത്. അതേപോലെയാണ് ഇത്. അങ്ങനെ എല്ലാ ഡിവൈസസും ബാക്കിയുള്ള എല്ലാ ഡിവൈസസുമായിട്ട് ഒരു പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്ഷൻ വെച്ച് കണക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് മെഷ് ടോപ്പോളജി. ഇതിൽ n നമ്പർ ഓഫ് ഡിവൈസസ് ഉണ്ടെങ്കിൽ ദ ടോട്ടൽ നമ്പർ ഓഫ് ഡെഡിക്കേറ്റഡ് ലിങ്ക്സ് റിക്വയർഡ് is n × n-1/2. ഇതിലിപ്പോൾ നമുക്ക് n ഡിവൈസസ് ആണ് ഉള്ളതെങ്കിൽ ആ n ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് n × n-1/2 കേബിൾസ് ആവശ്യം വരും, കേബിൾസ് ഓർ ലിങ്ക്സ്. ഇനി ഇതിൽ വേണ്ട നമ്പർ ഓഫ് പോർട്ട്സ് ആണ് n-1. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇറ്റ് ഈസ് റോബസ്റ്റ്, fault diagnosed easily, provides security and privacy. ബാക്കി ടോപ്പോളജീസിലൊക്കെ പ്രൈവസി കുറവായിരിക്കും, പക്ഷേ ഇതിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റലേഷൻ ആൻഡ് കോൺഫിഗറേഷൻസ് എല്ലാം ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ബിക്കോസ് ഒരു ഡിവൈസിൽ നിന്ന് എല്ലാ ഡിവൈസിലോട്ടും കണക്ഷൻ പോകുന്നുണ്ട്. ആൻഡ് കേബിളിൻ്റെ കോസ്റ്റ് ഹൈ ആയിരിക്കും, നമ്പർ ഓഫ് കേബിൾസ് യൂസ്ഡ് ഇസ് ഹൈ, ആൻഡ് ഓൾസോ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും ഹൈ ആയിരിക്കും. ഇതൊക്കെയാണ് മെഷ് ടോപ്പോളജിയുടെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇനിയുള്ള അടുത്ത ടോപ്പിക്കാണ് ഹൈബ്രിഡ് ടോപ്പോളജി. ഹൈബ്രിഡ് ടോപ്പോളജി മീൻസ് ഇതിൽ മോർ ദാൻ 1 ടോപ്പോളജി കമ്പൈൻഡ് ആയി കാണും. അതാണ് ഹൈബ്രിഡ് ടോപ്പോളജി. A network structure whose design contains more than 1 topology is said to be hybrid topology. For example, എനിക്കിപ്പോൾ ഈ റിങ്ങിനെയും ഈ സ്റ്റാർ ടോപ്പോളജിനെയും കണക്ട് ചെയ്യാം. അതേപോലെ ബസ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി കണക്ട് ചെയ്യാം. ആൻഡ് മെഷ്, റിങ്, ഇങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ടോപ്പോളജി നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. അതാണ് ഹൈബ്രിഡ് ടോപ്പോളജി. ഇത്രയേ ഉള്ളൂ ടോപ്പോളജീസ്. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി കൂടെ കാണാം. താങ്ക് യു.